ഹായ് ഫ്രണ്ട്സ്, പൂശൽ സേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിലൂടെ പൂശൽ സേവിങ്സ് ബാങ്ക് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഈ മൊബൈൽ ആപ്പ് നിങ്ങളുടെ ഹാൻഡ്സെറ്റിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. പ്രസ്തുത വീഡിയോ കാണാത്തവർ ദയവായി എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ കാണുക. നമുക്ക് വീഡിയോയിൽ പ്രവേശിക്കാം. POSB മൊബൈൽ ആപ്പ് നിങ്ങളുടെ ഹാൻഡ്സെറ്റിൽ ആക്ടിവേറ്റ് ചെയ്ത ശേഷം സിഫ് ഐഡിയും എംപിന്നും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. എംപിൻ പറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആക്ടിവേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കാണുന്ന ഹോം സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. പ്രധാനമായി 5 ഓപ്ഷൻസ് ആണ് ഹോം സ്ക്രീനിലുള്ളത്. അക്കൗണ്ട്സ്, ട്രാൻസ്ഫേഴ്സ്, പേയ്മെൻറ്റ്സ്, ചെക്സ് ആൻഡ് റിക്വസ്റ്റ്. അക്കൗണ്ട്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കാണുന്ന സ്ക്രീനിൽ സേവിങ്സ് ബാങ്ക്, PPF, RD, TD, NSC, RD ലോൺ, PPF ലോൺ എന്നീ ഓപ്ഷൻസ് കാണാം. TDയിൽ സീനിയർ സിറ്റിസൺ സ്കീമും MIS സ്കീമും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സേവിങ്സ് ബാങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിഫ് ഐഡിയുടെ കീഴിലുള്ള SB അക്കൗണ്ട്സിന്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൽ ജോയിന്റ് അക്കൗണ്ടും ഉൾപ്പെടും. ഇവയിൽ ഏത് അക്കൗണ്ട് സെലക്ട് ചെയ്താലും ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെന്റ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നീ ഓപ്ഷൻസ് ഉള്ള ഒരു മെനു കാണാൻ സാധിക്കും. ബാലൻസ് എൻക്വയറിയിൽ അക്കൗണ്ട് നമ്പർ, ബാലൻസ്, ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്നീ വിവരങ്ങൾ കാണാം. മിനി സ്റ്റേറ്റ്മെന്റിൽ അവസാനത്തെ 10 ട്രാൻസാക്ഷൻസ് കാണാവുന്നതാണ്. ട്രാൻസാക്ഷൻസ് ഹിസ്റ്ററിയിൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും നൽകണം. ഒരു കൊല്ലത്തിൽ കൂടുതലുള്ള പീരിയഡ് നൽകരുത്. നമ്മൾ നൽകുന്ന പീരിയഡിനുള്ള ഇടപാടുകളുടെ വിവരം സ്ക്രീനിൽ തെളിയും. ഡെബിറ്റും ക്രെഡിറ്റും വെവ്വേറെ കാണാനുള്ള സൗകര്യവുമുണ്ട്. PPF, RD അക്കൗണ്ടുകളുടെ വിവരങ്ങളും ഇതേ രീതിയിൽ തന്നെ ലഭിക്കും. അക്കൗണ്ടുകളൊന്നും ഇല്ലെങ്കിൽ നോ അക്കൗണ്ട് ലിങ്ക്ഡ് എന്നും കാണിക്കും. TD അക്കൗണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എല്ലാ TD, സീനിയർ സിറ്റിസൺ സ്കീം, MIS അക്കൗണ്ടുകളുടെ ലിസ്റ്റ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇവയിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ബാലൻസ് എൻക്വയറി, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നീ ഓപ്ഷനുകളുള്ള ഒരു മെനു കാണാൻ സാധിക്കും. ഇവയിൽ ബാലൻസ് എൻക്വയറിയിൽ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ്, ഡെപ്പോസിറ്റ് എമൗണ്ട്, കാലാവധി, മെച്യൂരിറ്റി ഡേറ്റ് എന്നിവ കാണാം. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ മുകളിൽ പറഞ്ഞ പോലെ ഫ്രം ഡേറ്റും ടു ഡേറ്റും നൽകുമ്പോൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് തെളിയും. ഇതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ അക്കൗണ്ടിന്റെയും മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ടിന്റെയും ഡീറ്റെയിൽസും കാണാവുന്നതാണ്. അടുത്തതായി NSC സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് NSC ഉണ്ടെങ്കിൽ അവയുടെ ലിസ്റ്റ് കാണാം. മുകളിൽ പറഞ്ഞ പോലെയുള്ള വിവരങ്ങൾ മെനുവിലൂടെ കാണാവുന്നതാണ്. ലോൺ അഗൈൻസ്റ്റ് RD, ലോൺ അഗൈൻസ്റ്റ് PPF എന്നിവ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിലൂടെ കാണാൻ സാധിക്കും. മെയിൻ മെനുവിൽ അടുത്ത ഓപ്ഷൻസ് ട്രാൻസ്ഫേഴ്സ് ആണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ, ട്രാൻസാക്ഷൻ സപ്പോർട്ട്, RD ഫണ്ട് ട്രാൻസ്ഫർ, PPF ഫണ്ട് ട്രാൻസ്ഫർ, റീപേ RD ലോൺ, പേ PLI, RPLI പ്രീമിയ എന്നീ ഓപ്ഷൻസ് കാണാം. ഫണ്ട് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുമ്പോൾ സെൽഫ് ഫണ്ട് ട്രാൻസ്ഫർ, പേയി ഫണ്ട് ട്രാൻസ്ഫർ, ഔട്ട്സൈഡ് ഫണ്ട് ട്രാൻസ്ഫർ എന്നീ ഓപ്ഷൻസ് കാണാം. സെൽഫ് ഫണ്ട് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആവശ്യത്തിലേക്കാണ്. സെൽഫ് ഫണ്ട് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുമ്പോൾ സിംഗിൾ ട്രാൻസ്ഫർ, റെക്കറിംഗ് ട്രാൻസ്ഫർ എന്നീ 2 ഓപ്ഷൻസ് കാണാം. സിംഗിൾ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റത്തവണ ഒരു സംഖ്യ നമ്മുടെ തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആവശ്യത്തിലേക്കാണ്. റെക്കറിംഗ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാലയളവിൽ ഒരു നിശ്ചിത സംഖ്യ നമ്മുടെ തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ 2 ഓപ്ഷൻസിലും ഫ്രം അക്കൗണ്ട് ടു അക്കൗണ്ട് ശരിക്കും സെലക്ട് ചെയ്യണം. എമൗണ്ട് എൻ്റർ ചെയ്യണം. പാസ്വേഡ് ശരിയായി എൻ്റർ ചെയ്യണം. ഇതിനുശേഷം നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കും. റെക്കറിംഗ് ട്രാൻസ്ഫറിൽ ഇവയിൽ പറഞ്ഞ വിവരങ്ങൾ കൂടാതെ എത്ര കാലയളവിൽ എത്ര തവണ ട്രാൻസ്ഫർ ചെയ്യണം എന്ന വിവരവും ആഡ് ചെയ്യണം. ഫണ്ട് ട്രാൻസ്ഫറിൽ അടുത്ത ഓപ്ഷൻ പേയി ഫണ്ട് ട്രാൻസ്ഫർ ആണ്. മറ്റൊരു വ്യക്തിയുടെ POSB അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള ഓപ്ഷനാണ്. മേൽപ്പറഞ്ഞ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. ഫണ്ട് ട്രാൻസ്ഫറിൽ അടുത്ത ഓപ്ഷൻ ഔട്ട്സൈഡ് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. നമ്മുടെയോ മറ്റു വ്യക്തികളുടെയോ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഇതിലും സിംഗിൾ ട്രാൻസ്ഫർ, റെക്കറിംഗ് ട്രാൻസ്ഫർ എന്നീ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രം അക്കൗണ്ട് ടു അക്കൗണ്ട് എന്നിവ ശരിയായി എൻ്റർ ചെയ്ത ശേഷം എമൗണ്ട് എൻ്റർ ചെയ്യണം. നെഫ്റ്റ് അല്ലെങ്കിൽ RTGS തിരഞ്ഞെടുക്കണം. നെഫ്റ്റിൽ 2 ലക്ഷം രൂപ വരെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാച്ച് പ്രോസസ്സിംഗ് ആയതുകൊണ്ട് നെഫ്റ്റിൽ പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏകദേശം 1 മണിക്കൂർ വരെ
ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ RTGS-യിൽ ഉടൻ തന്നെ പണം ക്രെഡിറ്റ് ആകും. റെക്കറിംഗ് ട്രാൻസ്ഫറിൽ നിശ്ചിത കാലയളവ്, നിശ്ചിത തവണ എന്നിവയും ആഡ് ചെയ്യണം. ട്രാൻസാക്ഷൻ പാസ്വേഡ് ശരിയായി എൻ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്ത ഫോണിൽ ഒരു OTP ലഭിക്കും. ഈ OTP എൻ്റർ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് സ്ക്രീനിൽ തെളിയും. ഫണ്ട് ട്രാൻസ്ഫറിൽ അടുത്ത ഓപ്ഷൻ ട്രാൻസാക്ഷൻ സപ്പോർട്ട് ആണ്. ബെനിഫിഷ്യറിയെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. വിത്തിൻ DOP, അതർ ബാങ്ക്സ്, ആഡ് ബെനിഫിഷ്യറി എന്നീ 3 ഓപ്ഷനുകൾ സ്ക്രീനിൽ തെളിയും. ആഡ് ബെനിഫിഷ്യറിയിൽ വിത്തിൻ DOP, അതർ ബാങ്ക്സ് എന്നീ ഓപ്ഷൻസുകളും ഉണ്ട്. വിത്തിൻ DOPയിൽ പേയിയുടെ പേര്, ചുരുക്കപ്പേര്, അക്കൗണ്ട് നമ്പർ എന്നിവയും അതർ ബാങ്കിൽ ഇവ കൂടാതെ IFSC കോഡും നൽകേണ്ടതുണ്ട്. നേരിട്ട് അതർ ബാങ്ക് ഓപ്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് തെളിയും. ഇവ മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. കൂടാതെ അതർ ബാങ്ക് ഓപ്ഷനിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനും സാധിക്കും. ഫണ്ട് ട്രാൻസ്ഫറിൽ അടുത്ത ഓപ്ഷൻ RD ഡെപ്പോസിറ്റ് ട്രാൻസ്ഫർ ആണ്. ഏത് SB അക്കൗണ്ടിൽ നിന്നാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നത് സെലക്ട് ചെയ്യുക. RD അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാനായി ട്രാൻസാക്ഷൻ പാസ്വേഡ് എൻ്റർ ചെയ്യുക. സക്സസ്ഫുൾ കൺഫർമേഷൻ മെസ്സേജ് വരും. ഇതുപോലെ തന്നെ PPF അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആണോ ലോൺ റീപേയ്മെൻ്റ് ആണോ എന്നത് സെലക്ട് ചെയ്യണം. എമൗണ്ട് എൻ്റർ ചെയ്യുക. ട്രാൻസാക്ഷൻ പാസ്വേഡ് എൻ്റർ ചെയ്യുക. കൺഫർമേഷൻ ലഭിക്കും. അതുപോലെ തന്നെ RD ലോൺ റീപേയ്മെൻറ്റിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ RD ലോൺ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. എമൗണ്ട് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്യുക. കൺഫർമേഷൻ ലഭിക്കും. മെയിൻ മെനുവിൽ അടുത്ത ഓപ്ഷൻ ചെക്സ് ആണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണാം. എൻക്വയർ, സ്റ്റോപ്പ് ചെക്ക്, റിവോക്ക് ചെക്ക്. എൻക്വയർ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ചെക്കിൽ സിംഗിൾ ചെക്ക്, മൾട്ടിപ്പിൾ ചെക്സ് എന്നീ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റോപ്പ് ചെയ്യേണ്ട ചെക്ക് നമ്പറുകൾ എൻ്റർ ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യുവാനുള്ള കാരണവും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. എമൗണ്ട് ഡിഫർ ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്, അതേഴ്സ്, അക്കൗണ്ട് ഫ്രീസ്, ഡ്രോയർ റിപ്പോർട്ടഡ് ഇൻസോൾവെൻറ്റ്, ചെക്ക് ക്ലോസ്ഡ്, ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്നിവയിൽ യോജിച്ചത് സെലക്ട് ചെയ്യണം. റിവോക്ക് ചെയ്യുന്ന ഓപ്ഷനിലും സിംഗിൾ ചെക്ക്, മൾട്ടിപ്പിൾ ചെക്ക് എന്നീ 2 ഓപ്ഷൻസ് ഉണ്ട്. മേൽപ്പറഞ്ഞ രീതിയിൽ വിവരങ്ങൾ നൽകിയാൽ ചെക്കുകൾ റിവോക്ക് ചെയ്യാൻ സാധിക്കും. മെയിൻ മെനുവിൽ അവസാനത്തെ ഓപ്ഷൻ റിക്വസ്റ്റ് ആണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഓപ്പൺ TD, ഓപ്പൺ RD അക്കൗണ്ട്, ന്യൂ ATM കാർഡ് റിക്വസ്റ്റ്, ATM പിൻ റിക്വസ്റ്റ്, പേ PLI ഓർ RPLI പ്രീമിയം, പാൻ കാർഡ് സ്റ്റാറ്റസ് എന്നീ ഓപ്ഷൻസ് ലഭിക്കും. ഓപ്പൺ TD അക്കൗണ്ട് സെലക്ട് ചെയ്താൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്ക്രീൻ തെളിയും. ഡെപ്പോസിറ്റ് എമൗണ്ട് എൻട്രി ചെയ്ത ശേഷം കാലാവധി 1 year, 2 year, 3 year അല്ലെങ്കിൽ 5 year ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യണം. ഡെബിറ്റ് SB അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ഇതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ട്രാൻസാക്ഷൻ പാസ്വേഡ് നൽകുമ്പോൾ കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കും. ഇതുപോലെ തന്നെയാണ് RD അക്കൗണ്ടും ഓപ്പൺ ചെയ്യേണ്ടത്. RDയിൽ 5 കൊല്ലത്തെ RD മാത്രമേ ഉള്ളൂ. റിക്വസ്റ്റ് മെനുവിൽ അടുത്ത ഓപ്ഷൻ ന്യൂ ATM കാർഡ് റിക്വസ്റ്റ് ആണ്. ഈ ഓപ്ഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ അടുത്ത ഓപ്ഷൻ ATM പിൻ റിക്വസ്റ്റ് ആണ്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം കാർഡ് നമ്പർ എൻ്റർ ചെയ്യണം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് ചോദിക്കും. ഇത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കും.
10 ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ് ഓഫീസിൽ നിന്നും പുതിയ ATM പിൻ ലഭിക്കും. അടുത്ത ഓപ്ഷൻ PLI RPLI റിന്യൂവൽ പ്രീമിയം പേയ്മെൻ്റ് ആണ്. പോളിസി നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്, ഡെബിറ്റ് SB അക്കൗണ്ട് നമ്പർ എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ പാസ്വേഡ് നൽകേണ്ടി വരും. ഇതിനുശേഷം കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കും. അവസാനത്തെ ഓപ്ഷൻ പാൻ കാർഡ് സ്റ്റാറ്റസ് ആണ്. വ്യൂ പാൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പാൻ നമ്പർ മാസ്ക് ചെയ്ത് സ്ക്രീനിൽ തെളിയും. കൂടാതെ നിങ്ങളുടെ പാൻ നമ്പർ നിലവിലുണ്ടെന്നും അത് വാലിഡ് ആണെന്നും എഴുതി കാണിക്കും. മെയിൻ മെനുവിൽ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കൂടി ബാക്കിയുണ്ട്, പക്ഷേ ഈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഈ വീഡിയോ POSB ഉപഭോക്താക്കൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അടുത്ത വീഡിയോ POSB നെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.